പട്ടിയെ വാങ്ങിയിട്ട് ഗമ പറയാൻ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. എങ്ങോട്ടാ ഒരു കഴുതയുമായി പോകുന്നത്? കഴുതയോ? ഇത് പഗ്ഗാ, പഗ്. ഛേ, ഞാൻ പട്ടിയോടാ ചോദിച്ചേ. രാവിലെ തന്നെ കിട്ടി, വേണ്ടായിരുന്നു. ഹലോ, പെട്ടെന്ന് വാ, പഗ്ഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ജഗ്ഗല്ലടാ, പഗ് പഗ്. ഇപ്പോഴത്തെ പയ്യന്മാരുടെ ഒരു ചാട, കയ്യിലൊരു മൊബൈൽ, ബർമൂഡ, ഇപ്പൊ ഒരു പട്ടി. പട്ടിയും മൊബൈലും പിന്നെ ഞാനും അല്ലടാ. ചുറ്റും അസൂയക്കാരാ. ഒരു സ്റ്റൈലൻ പട്ടിയെ കിട്ടിയിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. ഇവൻ കൊള്ളാലോ. എപ്പ വാങ്ങി? വാങ്ങിയതല്ല, ഗിഫ്റ്റ് കിട്ടിയതാ. കൊയിലങ്കിളിലെ ആന്റി തന്നതാ. ചേ, കൊയിലാണ്ടിയിലെ അങ്കിൾ തന്നതാ. കൊള്ളാം, സ്റ്റൈലൻ. കണ്ടാ കുളിക്കണം. അല്ല, എന്താ ഇവന്റെ പേര്? ക്ലിച്ചോ. ആര് കുളിച്ചോന്ന്? കുളിച്ചോന്നല്ല, ക്ലിച്ചോ. ക്ലിച്ചോ ക്ലിച്ചോന്നാ പട്ടിയുടെ പേര്. ക്ലിച്ചോ. ചൊക്ലിയായിരുന്നു ഇതിലും നല്ലത്. എന്താ ഇതിന്റെ ഭക്ഷണം? രാവിലെ ബൂസ്റ്റും ചിക്കൻ നൂഡിൽസ്, ഉച്ചയ്ക്ക് കബാബ് തന്തൂരി, രാത്രി ആട്ടിൻ കരൾ പൊരിച്ചത്. ബൂസ്റ്റും ആട്ടിന്റെ കരളും 2 ദിവസമായി മീനിന്റെ മുള്ള ആഹാരം. ഇവനാരാ മോനെന്നറിയാമോ? കൊച്ചിയിൽ വച്ച് നടന്ന പട്ടികുസ്തി മത്സരത്തിൽ ചാമ്പ്യൻ അല്ല ഇവൻ. നീ തെളിച്ചു പറ. ആദ്യം മറ്റേ പട്ടി മുകളിൽ, നമ്മുടെ ക്ലിച്ചോ താഴെയും. അവരുടെ പട്ടി ജയിക്കാൻ പോകുന്ന സമയത്തിൽ നമ്മുടെ ക്ലിച്ചോ ഒരു മറച്ചിൽ. മറ്റവൻ വെറുതെ നിന്നില്ല, ഒരു ഇടി. നമ്മുടെ പട്ടി ഒരു കടി. അവസാനം കഴിഞ്ഞു. അവസാനം ആരായിരുന്നു മുകളിൽ? ക്ലിച്ചോ, അപ്പുറത്തെ മതിലിന്റെ മുകളിൽ. ശക്തിയിൽ കാര്യമൊന്നുമില്ല, പട്ടികൾക്ക് ബുദ്ധിയാണ് ആവശ്യം. ശരിയാ, കഷ്ടം, ഇവനതുമില്ലല്ലോ നിന്നെ പോലെ. നിനക്കറിയില്ല ഇവന്റെ ബുദ്ധി. ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കൃത്യമായി അവൻ ഉത്തരം പറയും. ദൈവമേ, ഇത്രയും വലിയ പുളു ഞാൻ ആദ്യമായി കേൾക്കുകയാ. ക്ലിച്ചോ സാധാരണ പട്ടിയല്ല, സ്പെഷ്യൽ പട്ടിയാ. കാണണോ? എന്നാൽ ആദ്യത്തെ ചോദ്യം, സാധാരണ പട്ടികൾ എങ്ങനെയാണ് കുരയ്ക്കുന്നത്? കറക്റ്റ്, ശരി ഉത്തരം, സബാഷ്. എടാ ടിൻഡു, ആളെ പറ്റിക്കാതെ, ഇതിനൊരു കഴിവുമില്ല. എന്നാൽ അടുത്ത ചോദ്യം കണക്കിൽ നിന്നാണ്. എന്നാ കണക്കായിരിക്കും. ക്ലിച്ചോ, 8 നിന്ന് 8 പോയാൽ എത്രയാ? എന്തു പറ്റി? നിന്റെ പട്ടി മിണ്ടുന്നില്ലല്ലോ. എടാ മണ്ട, 8 നിന്ന് 8 പോയാൽ ഒന്നുമില്ലെന്ന് അവൻ അറിയാം, അതാ മിണ്ടാത്തത്.